ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പ് റൂട്ടീനാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഡെയിലി മേക്കപ്പ് റൂട്ടീനാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു എവറിഡേ മേക്കപ്പ് ലുക്കാണ്. ഇപ്പോൾ വർക്കിന് പോകുന്നവരാണെങ്കിലും ഈ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലും പറ്റിയ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫേസിലത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഇടണ പ്രോഡക്റ്റ്സ് ഒക്കെ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്യണമെങ്കിൽ എന്തായാലും മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഞാനിവിടെ ഒരു സുഡിയുടെ ഒരു ലിപ് പ്ലംബിംഗ് ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ചെറിയൊരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഞാനിവിടെ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. നേച്ചേഴ്സിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീനും ഒരു മസ്റ്റായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ അതും സ്കിപ്പ് ചെയ്യാണ്ട് കറക്റ്റായിട്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഞാൻ അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു നോർമലായിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തേക്കുന്നത്. മാഴ്സിൻ്റെ ഐബ്രോ പെൻസിലാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൺസീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനൊരു ഡാർക്ക് ഷെയ്ഡും പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫിറ്റ്മിയുടെ ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഡാർക്ക് സ്പോട്ട്സൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വേറെ ഫൗണ്ടേഷൻസും കോമ്പാക്ട്സും ഒന്നും യൂസ് ചെയ്യുന്നില്ല, കൺസീലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡാർക്കായിട്ടുള്ള ഭാഗത്തൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഡാർക്കായിട്ടുള്ള കൺസീലർ എല്ലായിടത്തും ഇട്ട് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഫിറ്റ്മിയുടെ കൺസീലറാണ് എടുത്തിരിക്കുന്നത്. ഫിറ്റ്മിയുടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ലോറിയൽ പാരിസിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് കണ്ണിൻ്റെ താഴെ വളരെ ചെറിയ എമൗണ്ട് 2 കണ്ണിൻ്റെ താഴെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോർഹെഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചിന്നിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. താഴേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫേസിൽ കിട്ടും. നമ്മൾ ഫസ്റ്റ് ഡാർക്ക് കൺസീലർ അല്ലേ യൂസ് ചെയ്തത്, അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫേസ് കുറച്ച് ഡള്ളായിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് ബ്രൈറ്റൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ആ ഡാർക്ക് ഷെയ്ഡ് കൺസീലർ ഒന്നുകൂടി എടുത്ത് നെക്കിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൈഗ്ലാമിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഒരു പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ബ്ലഷായിട്ട് ഇടുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് നമ്മൾ ബ്ലഷായിട്ട് ഇടുമ്പോൾ ഒരു നാച്ചുറൽ ഒരു പിങ്കിഷ് ഒരു ടച്ച് കിട്ടും കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, നാച്ചുറലായിട്ടൊരു ഇത് കിട്ടും, നാച്ചുറലായിട്ടുള്ളൊരു ബ്ലഷ്ഡ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ കളർ വെച്ചിട്ട് തന്നെ നോസിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിന്നിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ മീതെയും ആ കളർ വെച്ചിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ ബ്ലഷും ഐ ഷാഡോ എല്ലാം ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയൊരു വിങ് ലൈനർ എഴുതാൻ വേണ്ടി പോവാണ്. അത് ഞാൻ കോർണറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ചെറിയൊരു ഫുള്ളായിട്ട് ചെയ്തുള്ള ടിപ്പിൽ മാത്രമായിട്ട് ഒന്ന് വിങ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇപ്പോഴത്തെ കണ്ണിലും നന്നായിട്ട് വിങ് ലൈൻ ചെയ്ത് കൊടുക്കുക. കണ്ട ടിപ്പിൽ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്, ഫുള്ളായിട്ട് ചെയ്താതെ ടിപ്പിൽ മാത്രം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മസ്കാര ഇടാൻ വേണ്ടി. മസ്കാര ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ 2 ലാഷസ് നന്നായിട്ട് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കേൾ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ലാഷ് കേൾ ചെയ്തതിന് ശേഷം ഒരു 2-3 കോട്ട്സ് ഓഫ് മസ്കാര നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മസ്കാര വന്നിട്ട് മെബ്ലിൻ്റെ മസ്കാരയാണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഈ മസ്കാര എന്ന് പറഞ്ഞാൽ നല്ല മസ്കാര ഉണ്ടോ, കുറച്ച് ലാഷസ് ഉള്ളവർക്ക് നല്ല തിക്കായിട്ട് ലാഷസ് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നന്നായിട്ട് ലെങ്തൻ ആക്കും മസ്കാര. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അവൻ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അത് ഡാർക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലഷും ഐ ഷാഡോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്ത് ആ സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഡയറക്റ്റ് എൻ്റെ ചുണ്ടിലിട്ടിട്ടുണ്ടെങ്കിൽ വാഷ് ഓഫ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഞാനൊരു ഡാർക്ക് ലിപ്പ് ലൈൻ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വാഷ് ഓഫ് ചെയ്യുമെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് നമ്മുടെ ഇൻസൈറ്റിൻ്റെ മറ്റേ കോഫി കമാൻഡ് എന്ന് പറഞ്ഞ ഷെയ്ഡ് എടുത്തിട്ട് അതും ഇച്ചിരി ഈ ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഫിംഗർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലിപ്പ് ഒന്ന് ഡാർക്ക് ആവുന്നുണ്ട്. അന്ന് ഓവർ ഡാർക്കും അല്ല, ആ പിങ്ക് ഷെയ്ഡ് അങ്ങനെ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രോബ് ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചീക്ക് ഏരിയയിലും നോസിൻ്റെ ബ്രിഡ്ജിലും പിന്നെ ചിന്നിലും നന്നായിട്ട് എൻവൈബയുടെ സ്ട്രോബ് ക്രീം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗ്ലോ എഫക്റ്റ് നമുക്ക് കിട്ടും. ഈ സ്ട്രോബ് ക്രീം ഇത് ഷെയ്ഡ് പിങ്ക് ആണ് കേട്ടോ, പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് സെറ്റിംഗ് സ്പ്രേ കൂടി അടിക്കണം. അപ്പോൾ നമ്മൾ സെറ്റിംഗ് സ്പ്രേക്ക് യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ നമ്മളൊരു ന്യൂഡ് ആൻഡ് പിങ്കിഷ് ഗ്ലോ ഉള്ളൊരു മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, ഇപ്പോൾ ഒരു ഈസി ആയിട്ടുള്ളൊരു ലുക്കാണ്. നമ്മൾ മിനിമൽ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തൊരു ലുക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.